നേരെ എങ്ങോട്ടാണ്? നമ്മൾ നേരെ കോവളത്തേക്ക്. ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഞാൻ 2005 വളരെ വാശിയോട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ്. പക്ഷെ അതിനേക്കാളും വാശി ഇത്തവണയുണ്ട്. നമുക്ക് അറിയേണ്ടതും 2005 ആ വാശിയും ചൂടുമാണ്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് സംസാരിച്ചാൽ ഓക്കെ. ഞാൻ പഴയ നമ്മുടെ മാതൃഭൂമി പത്രം നോക്കിയായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് 2005 ഇലക്ഷൻ കാലത്തൊരു പടം കണ്ടു. അതെ, കരുണാകരൻ, കരുണാകരൻ. PKVയുടെ വിയോഗം കാരണം 2005 ഉപതെരഞ്ഞെടുപ്പ് പന്ന്യൻ രവീന്ദ്രന്റെ വിജയത്തിനായി ലീഡർ K കരുണാകരൻ വിയർപ്പൊഴുക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു. കോൺഗ്രസുകാരെ പാഠം പഠിപ്പിക്കാൻ ലീഡർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ മത്സരം. K കരുണാകരന്റെ DIC ഇടതുമുന്നണിയുടെ പടിക്ക് പുറത്തായിരുന്നു. എങ്കിലും ഒറ്റയ്ക്കെത്തി ലീഡറുടെ അനുഗ്രഹം വാങ്ങി പന്ന്യൻ ജയമുറപ്പാക്കി. അതെല്ലാം ഇന്നും നന്ദിയോടെ മാത്രം ഓർക്കുന്നു. കരുണാകരൻജി അന്ന് പറഞ്ഞത് ഒരു 25,000-ഓളം വോട്ടിൻ്റെ മാർജിൻ അവരുണ്ടാക്കുമെന്ന് പറഞ്ഞു. അതുണ്ടാകുമായിരിക്കും. അത് അദ്ദേഹം പറഞ്ഞതുപോലെ സഹായിച്ചു. ആ സഹായത്തിന് നന്ദിയുണ്ട്. അദ്ദേഹമായി അവസാനിക്കുന്നതുവരെ ഞാനും അദ്ദേഹമായി നല്ല അടുപ്പമായിരുന്നു, നല്ല ബന്ധമായിരുന്നു. പന്ന്യന്റെ വിജയം ഇടതുമുന്നണിയേക്കാൾ സന്തോഷിപ്പിച്ചത് K കരുണാകരനെയായിരുന്നു. തന്റെ കരുത്തെന്തെന്ന് കോൺഗ്രസിനെ തെളിയിച്ചു കൊടുത്ത ലീഡർ മധുരം വിളമ്പി ആഘോഷിച്ചു. കരുണാകരൻജി അന്ന് തന്ന എന്ന് പറഞ്ഞാൽ ലീഡർ എന്നാണ് ഞാൻ വിളിക്കാറ്. ലീഡർ അന്ന് തന്നിരിക്കുന്ന മധുരവും ഈ പാവപ്പെട്ട സ്ത്രീകൾ എന്ന് നടത്തിയ ആവേശവും തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആവേശത്തിൽ ഞാൻ മറന്നുപോയിട്ടൊന്നുമില്ല. അത് മനസ്സിൽ തന്നെയുണ്ട്. വോട്ട് വാങ്ങി വിജയിച്ചെങ്കിലും ലീഡറുടെ പാർട്ടിക്ക് മുന്നിൽ ഇടതുമുന്നണിയുടെ വാതിൽ കൊട്ടിയടയ്ക്കാൻ നിന്നത് CPI ആയിരുന്നു. അതാണ് രാഷ്ട്രീയം. അദ്ദേഹത്തെ ഒരു പാർട്ടി എന്ന രീതിയിൽ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തിന് കഴിയുമായിരുന്നില്ല. അത് സഖാവ് വെളിയമാശാനായിരുന്ന പാർട്ടി സെക്രട്ടറി. അദ്ദേഹം നിലപാടുകൾ വളരെ കൃത്യതയുള്ള ഒരാളാണ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ വെള്ളം ചേർക്കുന്ന ഒരാളല്ല വെളിയം. ഇന്ന് DIC ഇല്ല. ഇന്നുള്ളത് അന്നത്തെ കോൺഗ്രസുമല്ല BJPയുമല്ല. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പും പോലെ 2024 തിരുവനന്തപുരം ചുവക്കുമോ? ഇവിടെ ചെങ്കൊടി പാറുമെന്ന് മാത്രമല്ല, ത്രികോണ മത്സരമില്ലെന്നും പന്ന്യന്റെ ആത്മവിശ്വാസം. ഇവിടെ ഒരു ത്രികോണ മത്സരം തന്നെയല്ലേ? നോ. ഇവിടെ ത്രികോണ മത്സരമല്ല. ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ 3 വിഭാഗക്കാരും ഏതാണ്ട് തുല്യമായി നിൽക്കണം. ഇവിടെ എവിടെയാണ് തുല്യം നിൽക്കാൻ? ഇവിടെ ത്രികോണ മത്സരമില്ല. ഇവിടെ മത്സരം UDFും LDFും ആണ്. 2ാം സ്ഥാനം നിങ്ങൾക്ക് ആർക്കാ സംശയമുണ്ടോ? UDFിന് തന്നെ. 3ാം സ്ഥാനത്തായിരിക്കും BJP. അതും തമ്മിൽ വലിയ ഡിഫറൻസ് കാണും. ഇതുവരെ ശശി തരൂരോ രാജീവ് ചന്ദ്രശേഖരോ പ്രകടിപ്പിക്കാത്ത ആത്മവിശ്വാസം. ക്യാമറമാൻ രതീഷിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.